ഈ നേവിയിൽ ഈ ഹെലികോപ്റ്റർ പൈലറ്റിന്റെ ജോലി എന്തൊക്കെയാണ്? ഹെലികോപ്റ്ററിന്റെ ഉദ്ദേശം എന്താണ് നേവിയിലെ? കപ്പലുകൾ, എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, അപ്പോൾ അത് അവിടെ ഹെലികോപ്റ്റേഴ്സിന് മാത്രമേ ഫ്ലൈ ചെയ്യാൻ. അതായത് അവിടെ നിന്ന് ആളുകളെ റെസ്ക്യൂ ചെയ്യലാവാം, മെറ്റീരിയൽ സപ്ലൈ ചെയ്യലാവാം, എന്തുവാം, മിഷൻസ്. ബേസിക് ട്രെയിനിങ് എപ്പോഴും ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് സാധാരണ വിമാനം പറപ്പിക്കാൻ പഠിച്ചിട്ടാണ് പിന്നെ ഹെലികോപ്റ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫ്ലൈങ്. സാധാരണ ആൾക്കാരുടെ വിശ്വാസം ഹെലികോപ്റ്റർ പറപ്പിക്കാൻ മറ്റത്ര വൈദഗ്ധ്യം വേണ്ടെന്നാണ്. അയ്യോ അല്ല, നേരെ തിരിച്ചാണ്. നൈറ്റ് ഫ്ലൈങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലത്തെ എയർപ്ലെയിൻ ഇങ്ങനെ ടേൺ ചെയ്ത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ക്രാഷായി. ബോത്ത് പൈലറ്റ്സ് ഡൈഡ്. ലാൻഡ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ ആ കത്തുന്ന പ്ലെയിൻ ഇങ്ങനെ കാണാം എനിക്ക്. ഒരു പ്രഗ്നന്റ് ലേഡീനെ ഷീ ഹാഡ് ടു ബി ഇമ്മീഡിയറ്റ്ലി ഇവാക്യുവേറ്റഡ് നോർത്തേൺ ഐലൻഡ് ദിഗ്ലിപൂർ. സ്ത്രീക്ക് ചെറിയൊരു മകളുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ചെറിയ കുട്ടി, ഭർത്താവും കോൺസ്റ്റന്റ്ലി ഈ സ്ത്രീനെ ചോര ഹെൽപ്പ് ചെയ്യായിരുന്നു. ഈ 2018 പ്രളയകാലത്താണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളതും റിവാർഡിംഗ് ആയിട്ടുള്ളതുമായ മിഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഒരു മിഷനിൽ 26 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അതെവിടെയായിരുന്നത്? സംവെയർ ബിറ്റ്വീൻ ആലുവ ആൻഡ് ചാലക്കുടി. ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു പാരാപ്ലജിക് വുമൺ. ഈ ടെറസിന്റെ മുകളിൽ മുഴുവൻ ഈ മെറ്റൽ ഷീറ്റ്സ് ആണ്. ഒരു ചെറിയ ഹോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ വേണം ഈ കുട്ടീനെ, താഴത്ത് വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടീനെ രക്ഷപ്പെടുത്തേണ്ടത്. മധുര ഡിസ്ട്രിക്റ്റിന്റെ അടുത്ത് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ഫ്ലഡ് വന്നു. ഒരു വീടിന്റെ മുകളിൽ ഒരു വയസ്സായ സ്ത്രീ മാത്രമേ ഉള്ളൂ. ഒരു ഗോട്ടിനെ, ആടിനെ കെട്ടിപ്പിടിച്ച് ഇരിക്കുക സ്ത്രീ. എന്നെ രക്ഷപ്പെടുത്തണം, ആദ്യം നിങ്ങൾ ആടിനെ രക്ഷപ്പെടുത്തു, എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ റിസ്കി ആയിട്ട് ഞാൻ ആടിനെ രക്ഷപ്പെടുത്തി, ആ സ്ത്രീനെ രക്ഷപ്പെടുത്തി. ക്യാപ്റ്റൻ പി രാജ്കുമാറുമായുള്ള സംഭാഷണം തുടർന്നു വരികയാണ്. ഒരു ഹെലികോപ്റ്റർ പൈലറ്റായി നിരവധി കാലം ജോലി ചെയ്ത് നിരവധി റെസ്ക്യൂ ഓപ്പറേഷൻസിന് നേതൃത്വം നൽകി നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്ക് തുടരാം. നമസ്കാരം. നമസ്കാരം. ഏതെങ്കിലും ഈ ടെൻഷനുള്ള ഒരു കാലഘട്ടത്തിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? 1987 IPKF ശ്രീലങ്ക ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെയായിരുന്നോ? ശ്രീലങ്ക, ജാഫ്ന, രാംനാട്. വി വർ ഫ്ലൈയിങ് ഇൻ ജാഫ്ന, രാംനാട്. രാംനാട് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടില്. ജാഫ്നയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തു, രാംനാട് നിന്ന് ഓപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഡെയിലി വി വർ ഫ്ലൈയിങ് അപ്പ് ആൻഡ് ഡൗൺ. വി വർ ഫ്ലൈയിങ്. അന്ന് ഈ സ്മഗ്ലിംഗ്, ആയുധം, പെട്രോൾ, മെഡിസിൻസ്, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കള്ളക്കടത്ത് നടത്തുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കടത്ത് നടത്തായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ മിഷൻ. അപ്പൊ അത് തടയാന്നുള്ള. നിങ്ങൾ ഈ തടഞ്ഞിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ താഴെയുള്ള കൊടുക്കുകയാണോ അതോ നിങ്ങൾ ഇവിടുന്ന് അറ്റാക്ക് വല്ലതും ചെയ്യുമോ? വി ഹാഡ് ദ ഗൺസ് ഫിറ്റഡ് ഓൺ ദ ഹെലികോപ്റ്റർ, സോ വി വർ സേഫ് പ്രൊട്ടക്ടിങ് അവർ കോസ്റ്റ്. ഈ ജാഫ്നയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? ജാഫ്നയിൽ നിന്ന് കുറേയൊക്കെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അന്ന് ഈ സ്ഥിരം ആർമി ആയിരുന്നു അവിടെ. ആർമി, ഞങ്ങൾ എയർഫോഴ്സ്, ആർമി, നേവി എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ. അപ്പൊ ഈ ആർമി മിഷൻ, ആർമിയൊക്കെ ഗ്രൗണ്ട് മിഷൻസ്, ആംബുഷസ്, ആർമിക്ക് ഏറ്റവും അധികം ഡേഞ്ചേഴ്സ് ആയിരുന്നു ആംബുഷസ്. അപ്പോൾ ഞങ്ങളുടെ മിഷൻ വോർ ടു ഗോ ആൻഡ് ഞങ്ങളുടെ ഓരോ സ്ഥലത്ത് പോയി റെക്കി ചെയ്ത് അവിടെ ഈ LTT ഈ ആൾക്കാരില്ല എന്നുള്ളത് ആകാശത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ ബുഷസിന്റെ ഉള്ളിൽ അവർ ഒളിച്ചിരിക്കും. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് 100% പറയാൻ പറ്റില്ല. തന്നെ ഇവരുടെ അറ്റാക്ക് ഉണ്ടാവില്ലേ? അറ്റാക്ക്, സൂയിസൈഡ് അറ്റാക്ക് ആയിരുന്നു അവരുടെ അധികം. ഹെലികോപ്റ്ററിനെ എങ്ങനെയാണ് സൂയിസൈഡ് അറ്റാക്ക്? അല്ല, ഹെലികോപ്റ്റർ താഴ്ത്തു വരുമ്പോൾ അവർ ഫയർ ചെയ്യും. 2-3 പ്രാവശ്യം ബുള്ളറ്റ് എന്റെ ഹെലികോപ്റ്ററിന് വന്ന് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അവര് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്താ സാധാരണ ഈ ഹെലികോപ്റ്റർ? സാധാരണ കണ്ണുകൊണ്ടൊക്കെയാണോ? അവര് AK-47, അവരുടെ അടുത്ത് എല്ലാ വെപ്പൺസും ഉണ്ടായിരുന്നു. അല്ല, ഈ ഹെലികോപ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ അത് ഹെലികോപ്റ്റർ താഴ്ത്തു വന്നാൽ അത് മതിയല്ലോ. അത് മതി. അതിന്റെ ഒരു ടെയിൽ റോട്ടറിന്റെ ഒരു ബുള്ളറ്റ് കൊണ്ടാൽ മതിയല്ലോ. ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. അപ്പൊ താഴത്ത് ഫ്ലൈ ചെയ്യണത് വളരെ ഡേഞ്ചർ ആയിരുന്നു ഞങ്ങൾക്ക് അന്ന്. പക്ഷെ താഴത്ത് ഫ്ലൈ ചെയ്യാതെ പറ്റില്ല, കാരണം അല്ലെങ്കിൽ റെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊരു ഭയങ്കര കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. അത് എത്ര കാലം അവിടെ ഉണ്ടായിരുന്നത്? അവിടെ ഒരു 1.5 കൊല്ലം ഞാൻ അവിടെ ആയിരുന്നു. ഓൾമോസ്റ്റ് 1.5 years. പിന്നെയും രാംനാട്ടിൽ പോസ്റ്റിങ്ങിന് ഞാൻ പോയിരുന്നു ഇഷ്ടംപോലെ. അവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ ഫ്ലൈ ചെയ്തിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ ബേസ് കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു. അതിന് ആദ്യത്തെ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു ഞാൻ. ഇതുപോലെ തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പല സ്ഥലത്തും നമ്മൾ റെസ്ക്യൂവിന് പോകേണ്ടി വരുന്നുണ്ടല്ലോ. ഓഖി പോലുള്ള പ്രശ്നം ഉണ്ടായപ്പോഴും അല്ലേ? പിന്നെ മറക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു ഓഖി. അന്ന് കേരളം കണ്ടിട്ടില്ല, ഇത്ര വലിയൊരു ചുഴലിക്കാറ്റ് കേരളം കുറേ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അന്ന് ഞാൻ ഹെലികോപ്റ്റർ സീക്കിങ് 2 ഹെലികോപ്റ്ററായിട്ടാണ് തിരുവനന്തപുരത്ത് പോയത്. ഈ ഓഖി വന്ന അന്ന് നവംബർ 30 ആണെന്ന് തോന്നുന്നു. നവംബർ 30. 2 ഹെലികോപ്റ്റർ ആയിട്ട് പറഞ്ഞാൽ 2 സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് കൊണ്ട് ഞാനായിരുന്നു അതിന്റെ ഡിറ്റാച്ച്മെന്റ് കമാൻഡർ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രാവിലെ ട്രിവാൻഡ്രത്ത്
എയർഫോഴ്സ് ബേസിൽ. എയർഫോഴ്സ് ബേസിൽ അവിടെ ഞങ്ങൾ ഫ്ലൈ ചെയ്തിട്ട് ദിവസം മുഴുവൻ ഞങ്ങൾ ഫ്ലൈ ചെയ്തു. അങ്ങനെ കുറേ പേരെ രക്ഷപ്പെടുത്തി. എൻ്റെ ഹെലികോപ്റ്ററിൽ ഞാനൊരു 17 പേരെ രക്ഷപ്പെടുത്തി. ഈ നിങ്ങൾ രക്ഷപ്പെടുത്താൻ ചെല്ലുമ്പോൾ ഇവരുടെ കണ്ടീഷൻ എന്തായിരുന്നു? വളരെ മോശമായിരുന്നു. ഈ എല്ലാ വെസൽസ് എല്ലാം മറിഞ്ഞിട്ട് ടോപ്പ് ക്യാപ്സൈസ് കിടക്കരുത്, അതായത് തലകുത്തി കിടക്കരുത്. ഇതിന്റെ മുകളിൽ അള്ളിപ്പിടിച്ച് കിടക്കുക ആൾക്കാർ. കാരണം ഈ തിരേൻ്റെ ഇത് സ്ട്രെങ്ത് കൂടുമ്പോൾ ഈ ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ ബാലൻസ് മറിഞ്ഞ് ക്യാപ്സൈസ് ചെയ്ത് കിടക്കരുത്. അപ്പൊ അതിന് മുകളിൽ ആൾക്കാർ അള്ളിപ്പിടിച്ച് കിടക്കരുത്. അപ്പൊ അവിടുന്നാണ് ആൾക്കാർ ഞങ്ങൾ റെസ്ക്യൂ ചെയ്യണത്. അപ്പൊ ഒരിടത്ത് നിലത്ത് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലല്ലേ? വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ തെര അങ്ങനത്തെ സീ സ്റ്റേറ്റ് ആയിരുന്നു, കാം സീ ആയിരുന്നില്ല. ഈ തെര ഭയങ്കര ഓളായിട്ട് ഇങ്ങനെ പൊന്തി താന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഹെലികോപ്റ്റർ അതനുസരിച്ച് ഈ തെരേന്റെ കൂടെ പൊന്തി നടത്തി, അല്ല ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റില്ല. അപ്പൊ ഒരു സ്ഥലത്ത് നിർത്തിയാൽ ഈ തെര വന്ന് ഹെലികോപ്റ്ററിൽ അടിക്കും. അപ്പൊ അത് ഭയങ്കര ഡേഞ്ചർ അത്. അപ്പൊ തെര അനുസരിച്ചിട്ട് ഹെലികോപ്റ്റർ മാറ്റി അങ്ങനെ രക്ഷപ്പെടുത്തണം ഓരോരുത്തരെയും. വളരെ ചലഞ്ചിങ് ആയിരുന്നു. അപ്പൊ ഈ ഒരാളെ ഇറങ്ങി ചെന്നിട്ട് തന്നെ വേണ്ട ഇവരെ കെട്ടി മുകളിലേക്ക് കൊണ്ടുവരാൻ. അതെ ഇറങ്ങുന്ന ഡൈവറുടെ കാര്യം റിസ്കി അല്ലേ? അതെ. പിന്നെ പക്ഷെ അയാള് വെള്ളത്തിൽ ഈസ് എ ട്രെയിൻ ഡൈവർ. അയാളെ നേവിയിൽ അയാള് ട്രെയിൻ ഡൈവറാണ്. അപ്പൊ അയാള് ഈസ് വെരി കംഫർട്ടബിൾ ഇൻ ദ വാട്ടർ. അയാൾ വെള്ളത്തേക്ക് ചാടിയാൽ അയാൾ കംഫർട്ടബിൾ ആണ്. അപ്പൊ അയാളാണ് എന്നിട്ട് ആൾക്കാർ ഓരോരുത്തരായിട്ട് വെള്ളത്തേക്ക് വന്നിട്ട് ഇത് ഇട്ട് സ്ട്രോപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ. പക്ഷെ ഈ റെസ്ക്യൂ സമയം, ഓരോരുത്തർ റെസ്ക്യൂ സമയം വളരെ കൂടുതലെടുക്കും. കാരണം ഇത് ഈ സ്റ്റഡി ആയിട്ട് കിട്ടണ്ടേ ഓരോ ആളെ തിരനുസരിച്ചിട്ട് ഹെലികോപ്റ്റർ മാറ്റി ഹോർ ചെയ്യണം. അപ്പൊ ഈ കോൺസ്റ്റന്റ്ലി മാനുവലി ഫ്ലൈ ചെയ്യണത്, അല്ലാതെ ഇത് ഓട്ടോ പൈലറ്റ് ഒന്നും ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് കോൺസ്റ്റന്റ്ലി ഇത് ഫ്ലൈ ചെയ്ത് നോക്കി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഓരോരുത്തരായിട്ട് റെസ്ക്യൂ ചെയ്യണം. അങ്ങനെ ഒരു ഡേ ടൈമിൽ ഒരു 17 പേരെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്തു. ഇത് ഏകദേശം എത്ര അകലെയായിരിക്കും തീരത്തുനിന്ന്? ഒരു 60 മൈൽ നോട്ടിക്കൽ മൈൽ ദൂരത്തായിരുന്നു. അത്രയൊക്കെ അകലേക്ക്? പിന്നെ അവിടെയായിരുന്നു ഈ ഫിഷിംഗ് ഫ്ലീറ്റ്, ഈ മുക്കുവന്മാരുടെ ഫ്ലീറ്റ് മുഴുവൻ അവിടെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യ രാത്രിയായി. പിന്നെ രാത്രി പിന്നെ ഫ്ലൈ ചെയ്യാൻ ഒരു സ്കോപ്പില്ല. അങ്ങനെ മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. പക്ഷെ എനിക്കറിയാം അവിടെ ഇനിയും ഇഷ്ടംപോലെ ആൾക്കാരെ കഷ്ടപ്പെടുത്ത് കിടക്കുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ, അങ്ങനെ വെറും ചാൻസ് ഉണ്ടോ എന്ന് നോക്കി ഞാൻ ഫ്ലൈ ചെയ്താണ്. എനിക്കൊരു വിശ്വാസം രാത്രിയില് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അവർ ആരെങ്കിലും എനിക്ക് രാത്രി രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷെ എന്നാലും ഒരു മനസ്സ് പറഞ്ഞു നമുക്ക് ശ്രമിച്ചു പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ഹെലികോപ്റ്റർ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മഴ പെയ്തിട്ട് ഈ ലൈറ്റിലേക്ക് വെള്ളം അടിക്കുമ്പോൾ ഭയങ്കര ഡിസോറിയന്റേഷൻ ആണ്. ഈ കോക്പിറ്റിലേക്ക് അത് ഫ്ലാഷ് ആയിട്ട് വരും. അപ്പൊ ഈ പുറത്തൊന്നും കാണാൻ പറ്റില്ല, ഇൻസ്ട്രുമെന്റ് നോക്കി ഫ്ലൈ ചെയ്യണ്ടേ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഫ്ലൈ ചെയ്ത ഹെലികോപ്റ്റർ കുറച്ച് ജൂനിയർ പൈലറ്റ്സ് ആയിരുന്നു. അവർക്ക് കുറച്ച് ഡിസോറിയന്റേഷൻ പോലെ തോന്നി. അവരൊക്കെ എൻ്റെ പ്യൂപ്പിൾ പൈലറ്റ്സ് തന്നെയാണ്. അപ്പൊ അവരെന്നോട് റേഡിയോയിൽ പറഞ്ഞു, സർ വി നോട്ട് വെരി കംഫർട്ടബിൾ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവരോട് തിരിച്ച് കൊച്ചിയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അവരെ ഞാൻ കൊച്ചിയിലേക്ക് അയച്ചിട്ട് പിന്നെ ഞാൻ കണ്ടിന്യൂഡ് ഫ്ലൈങ്. കാരണം ബിക്കോസ് ഓഫ് എക്സ്പീരിയൻസ് ഐ കണ്ടിന്യൂഡ് ഫ്ലൈങ്. അങ്ങനെ ഫ്ലൈ ചെയ്ത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ബോട്ട് ഇങ്ങനെ ക്യാപ്സൈസിൽ കിടക്കുന്നത് വിവരം ഞാനൊരു ചൈനീസ് ഒരു മെർച്ചന്റ് ഷിപ്പാണ് എനിക്ക് വിവരം. ഇത്ര ഷിപ്പുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനുള്ള ഫെസിലിറ്റി ഒരു VHF ചാനൽ ഉണ്ട്. ഒരു ചാനൽ 16 ഒരു ഗ്ലോബൽ ചാനൽ. ഫിഷർമെനും കിട്ടും, എല്ലാവരും കിട്ടും. അപ്പൊ ഞാൻ എൻ്റെ ഒരു വൺ റേഡിയോ വാസ് ട്യൂൺ ടു ദാറ്റ് ഫ്രീക്വൻസി. സോ ഐ ഗോട്ട് ദിസ് കോൾ. അപ്പൊ ഈ കോള് ഞാൻ കേട്ടു. അപ്പൊ ഈ ഷിപ്പ് ആ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു തരും? ഷിപ്പ് വലിയ ഷിപ്പല്ലേ. എവിടെയാണ് ഇവർ കണ്ടെന്നുള്ളത് അത് പറഞ്ഞു. അവർ പറഞ്ഞു അവരുടെ സ്റ്റാർബോർഡ് സൈഡിലാണ് ഈ ബോട്ട് കിടക്കുന്നത് പറഞ്ഞു. അപ്പൊ ഷിപ്പിന് എനിക്ക് റഡാറിൽ കാണാം. അപ്പൊ ഞാൻ ഇമ്മീഡിയറ്റ്ലി അങ്ങോട്ട് പോയി. ഞാൻ 25 നോട്ടിക്കൽ മൈൽ ദൂരത്തായിരുന്നു ഈ ഷിപ്പ്. ഞാൻ ഇമ്മീഡിയറ്റ്ലി അങ്ങോട്ട് പോയി. അപ്പൊ ഷിപ്പ് എനിക്ക് നല്ല മഴയും ഇരുട്ട് രാത്രി. അപ്പൊ ഷിപ്പിന്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഷിപ്പിന് കാണാം. പക്ഷെ ഈ ഷിപ്പ് പറയണ ബോട്ട് കാണാൻ പറ്റില്ല. അപ്പൊ അതിന് ചുറ്റും ഞാനൊരു 3-4 പ്രാവശ്യം തിരിഞ്ഞു, എന്നിട്ടും വട്ടം കറങ്ങി. അപ്പോഴൊന്നും ഈ ബോട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഭാഗ്യത്തിൽ അവരൊരു ലേസർ പോയിന്റർ, അവരുടെ ഈ ഷിപ്പിലത്തെ ആൾക്കാര് ഒരു പച്ച ലേസർ പോയിന്റർ അടിക്കുന്നുണ്ടായിരുന്നു ആ ബോട്ടിലേക്ക്. ആ ലേസർ പോയിന്റർ എന്റെ നാവിഗേറ്റർ കണ്ടു. അപ്പൊ നാവിഗേറ്റർ കണ്ടു, സർ ഐ സൈറ്റഡ് ദ ലേസർ. അത് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഞാൻ അവിടെ തന്നെ ടേൺ ചെയ്തു ഹെലികോപ്റ്റർ, ഒരു സ്പോട്ട് ടേൺ പോലെ ചെയ്തു. അങ്ങനെ എന്റെ സെർച്ച് ലൈറ്റ്സ് ഓൺ ചെയ്തപ്പോ ഭാഗ്യത്തിന് ഞാൻ ആ ബോട്ട് കണ്ടു. വെറും ഭാഗ്യത്തിന് കണ്ടത്. അല്ലെങ്കിൽ അന്ന് ആ ഇരുട്ടത്ത് ആ രാത്രി ഒരേ ഒരു ഫിഷ്, അയാള് ഒരു മൂവ്മെന്റും ഇല്ല. എനിക്കറിയണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ അയാൾ മരിച്ചിട്ടുണ്ടോ ഇല്ലയെന്നും എനിക്കറിയില്ല. ഒരു കയറിന്റെ മുകളിൽ അയാൾ കയർ പിടിച്ച് കിടക്കുക ആ ബോട്ടിന് മുകളിൽ.
അപ്പൊ എനിക്ക് ഏറ്റവും വലിയ പേടി ഈ ഹെലികോപ്റ്ററിന് ഈ ഡൗൺ വാഷ് ഭയങ്കര സ്ട്രോങ് ആണ്, ഫാൻ കറങ്ങിയിട്ടുള്ള കാറ്റല്ലേ? കാറ്റ്. അപ്പൊ ഞാൻ അറിയാം. അല്ല, അയാള് വെള്ളത്തിലേക്ക് വീഴും, പറന്നു സ്ലിപ്പ് ചെയ്ത് പോവാം. അയാൾ വെള്ളത്തിലേക്ക് വീണാൽ പിന്നെ അയാളെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതായിരുന്നു എനിക്ക് പേടി. അപ്പൊ ഞാൻ ഒരു നല്ലൊരു ഹൈറ്റിൽ നിർത്തി ഹെലികോപ്റ്റർ മെല്ലെ 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 അയാളുടെ അടുത്തേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ അയാൾ കയറി പിടിച്ച് കിടക്കണം എനിക്ക് മനസ്സിലായി. അപ്പം എന്നിട്ട് ഞാൻ ഞങ്ങൾ റെസ്ക്യൂ സ്റ്റോപ്പ് താഴത്തേക്ക് അയക്കി. റെസ്ക്യൂ സ്റ്റോപ്പ് അയാളുടെ അടുത്തൊക്കെ പോയിട്ട് അയാൾ അനങ്ങുന്നില്ല. അയാൾക്കത് ഈ കയറ് വിട്ടിട്ട് റെസ്ക്യൂ സ്റ്റോപ്പ് പിടിക്കാനൊന്നും അയാൾക്കുള്ള അതൊന്നും ആരോഗ്യസ്ഥിതി ആയിരുന്നില്ല. അപ്പൊ പിന്നെ അയാളെ രക്ഷപ്പെടുത്താൻ എനിക്ക് വേറെ ഒരു രക്ഷയില്ല, എൻ്റെ ഒരു ഡ്രൈവറെ വെള്ളത്തിലേക്ക് അയക്കണം. അപ്പൊ ആ കടലിൽ ആ രാത്രി ഈ എൻ്റെ ഒരു ഡ്രൈവറെ വെള്ളത്തിൽ അയച്ചാൽ അയാളെ രക്ഷപ്പെടുത്താൻ പറ്റുമോന്നും എനിക്കറിയില്ല. അതായിരുന്നു ഏറ്റവും വലിയ ഡേഞ്ചർ. ഒരു ജീവൻ രക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അന്ന് രാത്രി 2 പേരെ കളയും. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. പക്ഷെ എൻ്റെ ക്രൂ അത്ര ധൈര്യശാലികളായ ക്രൂ ആയിരുന്നു എൻ്റെ. അവർ പറഞ്ഞു ഇല്ല സർ, നമുക്ക് സുഖമായി റെസ്ക്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഡ്രൈവർ ആ വെള്ളത്തിൽ ചാടി നീന്തിപ്പോയി അയാളുടെ അടുത്ത് പോയി. അയാളെ എന്നിട്ട് റെസ്ക്യൂ സ്റ്റോപ്പിൽ അയാളെ ആദ്യം സേവ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്രൈവറെ സേവ് ചെയ്തു. അങ്ങനെ തിരിച്ചു വന്നു. രക്ഷപ്പെട്ടു. 48 മണിക്കൂറായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾ ഹെലികോപ്റ്ററിൽ വെള്ളവും ഭക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ പുള്ളിക്ക് കൊടുത്തു. അങ്ങനെ തിരുവനന്തപുരത്ത് വലിയ ഭാഗ്യമുള്ളൊരു മനുഷ്യനാണ് അതല്ലേ? അല്ലെങ്കിൽ ഈ രാത്രിയില് അദ്ദേഹത്തെ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ ഒരു സംശയമില്ല. അപ്പൊ ഈ ഓരോ ജീവിതവും രക്ഷപ്പെടുത്തുമ്പോൾ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായിട്ടല്ലേ ഇതിനെ കൂട്ടുന്നത് അല്ലേ? ഒരു സംശയമില്ല. എത്രയോ ജീവിതങ്ങളെ തിരിച്ച് കൊണ്ടുവരുമ്പോ അതിൽ ഏറ്റവും വലിയ റിവാർഡ് അതാണല്ലോ. അത് ഏറ്റവും വലിയ റിവാർഡ് അത് തന്നെയാണ്. വേറൊരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റിയതിലുള്ള ഏറ്റവും വലിയൊരു അതിലും വലിയ റിവാർഡൊന്നുമില്ല. ഈ രാജ്യത്തിന് പുറത്ത് പോയിട്ട് ഇത്തരം ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ അന്റാർട്ടിക്കയിൽ 2 എക്സ്പെഡിഷൻസ് പോയിരുന്നു. 10th എക്സ്പെഡിഷൻ in 90 and the 11th എക്സ്പെഡിഷൻ in 91. ഈ എക്സ്പെഡീഷനിൽ ഒരു ഹെലികോപ്റ്റർ പൈലറ്റിന്റെ ജോലി എന്താണ്? ഈ അന്റാർട്ടിക്കയിലേക്ക് നമ്മൾ ഇന്ത്യ എല്ലാ കൊല്ലവും നമ്മളവിടെ സയന്റിഫിക് എക്സ്പെഡീഷൻ പോകും. അപ്പൊ ഈ അന്റാർട്ടിക്കയിൽ ഹെലികോപ്റ്റർ അല്ലാതെ വേറെ മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഷിപ്പിൽ നിന്ന് അവിടെ എത്തിയാൽ നമ്മുടെ സ്റ്റേഷനായ മൈത്രിയാവോ അല്ലെങ്കിൽ ദക്ഷിൺ ഗംഗോത്രിക്ക് ആൾക്കാരൊക്കെ പോണെങ്കിൽ ഈ നടക്കാനൊന്നും പറ്റില്ലല്ലോ. അതിൽ ഹെലികോപ്റ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഡ്യൂട്ടിക്ക് പറ്റും ഹെലികോപ്റ്റേഴ്സ്. പിന്നെ എക്യുപ്മെന്റ് ഷിഫ്റ്റ് ചെയ്യാൻ, ഭക്ഷണം ഷിഫ്റ്റ് ചെയ്യാൻ, വെള്ളം ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഹെലികോപ്റ്ററുകൾ ഉണ്ടോ നമുക്ക് അവിടെ? ഇല്ലില്ല. ഇവിടുന്ന് പോവാം ഞങ്ങൾ. ഷിപ്പിലാണ് കൊണ്ടുപോകുക. അപ്പൊ നോർമലി ഒരു സ്വീഡൻ അല്ല ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഒരു ഷിപ്പ് നമ്മൾ വാടകയ്ക്ക് ലീസിലെടുക്കും. കാരണം യു റിക്വയർ ഐസ് ക്ലാസ് ഷിപ്പ് വേണം. കാരണം ഐസ് ബ്രേക്കർ എന്നുള്ള ഷിപ്പ് വേണം. അത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഷിപ്പ് ലീസിലെടുത്തിട്ട് ഈ ഷിപ്പിൽ ഞങ്ങൾ ലോഡ് ചെയ്യും, ഹെലികോപ്റ്റേഴ്സ് ലോഡ് ചെയ്യും. ഹെലികോപ്റ്റർ പിന്നെ അവിടെ ആ സ്റ്റേഷനിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുക. ഗോവയിൽ നിന്നാണ്. അപ്പൊ ഫുൾ സയന്റിഫിക് എക്സ്പെഡിഷൻ ആണ്. മിലിറ്ററി ഓൺലി സപ്പോർട്ട്. ഞങ്ങളുടെ റോൾ സപ്പോർട്ടാണ്. ആർമി, നേവി, എയർഫോഴ്സ് എല്ലാവരും ഞങ്ങൾ പോകും. അങ്ങനെ 10th എക്സ്പെഡിഷനിൽ അന്റാർട്ടിക്കയിൽ ഫ്ലൈ ചെയ്ത് അത് എത്ര നാളത്തെ ഒരു 3 മാസം കോണ്ടിനെന്റിൽ വീസ്റ്റ് 3 മാസം, 1 മാസം ഒരു വോയേജ്, 1 മാസം തിരിച്ചു വരാൻ. അപ്പം 3-5 മാസം ഏകദേശം വേണ്ടി വരും. പിന്നെ 1 മാസം ട്രെയിനിങ്ങും പല ഐസ് ട്രെയിനിങ്ങിന് പോകണം. ഈ എല്ലാവരും ഈ അന്റാർട്ടിക്കയിലേക്ക് സെലക്ട് ചെയ്തവരൊക്കെ ഐസ് ട്രെയിനിങ്ങിന് പോകണം. അത് ഹിമാലയത്തിൽ ആണ് ചെയ്യുക. സ്ഥിരമായിട്ട് അവിടെ നേവിയുടെ അല്ലെങ്കിൽ പൈലറ്റ്സിന്റെ ഹെലികോപ്റ്ററിന്റെ സാന്നിധ്യം ഉണ്ടാവില്ലേ? പൈലറ്റ്സിന്റെ സാന്നിധ്യമില്ല. അവിടെ നേവിക്കൊരു ഈ നമ്മുടെ സ്റ്റേഷനിൽ വിന്ററിംഗ് ടീം നിൽക്കും എല്ലാ കൊല്ലവും. ഇത് പ്ലാൻഡ് എക്സ്പെഡിഷൻ ആണ്. സമ്മർ എക്സ്പെഡിഷൻ. അവിടുത്തെ സമ്മറിലാണ് നമ്മൾ പോവുക. ഈ അന്റാർട്ടിക്കയിലെ നമ്മുടെ ബേസിൽ ഫുൾ ടൈം, അതായത് 365 ദിവസവും ആളുകളുണ്ടാവുമല്ലോ. അതാണ് റിക്വയർമെന്റ്. അന്റാർട്ടിക്ക എല്ലാവർക്കും അറിയണ പോലെ ഒരു രാജ്യത്തിന്റെ അല്ല അന്റാർട്ടിക്ക, അതൊരു വേൾഡ് നാഷണൽ പാർക്കാണ്. അപ്പൊ അതിന് ഈ ഓരോരോ കൺട്രി അവിടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവിടെ സ്കോപ്പ് ഉള്ളൂ. അപ്പോൾ ഓരോ കൺട്രിക്കും അവിടെ ടു ബി കൗണ്ടഡ് ആസ് എ ഫുൾ മെമ്പർ, അന്റാർട്ടിക്ക മെമ്പർ ആണെങ്കിൽ അവിടെ സയന്റിഫിക് എക്സ്പെഡിഷൻ ത്രൂ ഔട്ട് ദ ഇയർ ചെയ്ത് നടത്തണം. അതൊരു അപ്പൊ അങ്ങനെ ഒരു സ്റ്റേഷൻ നമ്മൾ മാൻ ചെയ്തിരിക്കണം. അപ്പൊ ഇന്ത്യയുടെ സ്റ്റേഷൻ ആയിരുന്നു മൈത്രി. ദക്ഷിൺ ഗംഗോത്രി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ. അതിപ്പോ നമ്മൾ അബാൻഡൻ ചെയ്തു. പിന്നെ ഞങ്ങളൊക്കെ ഞാൻ പോയ കാലത്ത് അന്ന് മൈത്രി. അത് കഴിഞ്ഞ് പിന്നെ പോയത്തെ പുതിയ സ്റ്റേഷന്റെ പേരാണ് ഭാരതി. അപ്പൊ ഇവിടെ ത്രൂ ഔട്ട് ദ ഇയർ ഈ മൈത്രിയും ഭാരതിയും അടുത്തടുത്താണോ അതോ 2 സ്ഥലങ്ങളിലാണോ? അല്ല, അടുത്തടുത്ത, അധികം ദൂരമൊന്നുമില്ല. അപ്പൊ ഇവിടെ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് എക്സ്പെരിമെന്റ്സും
നമ്മുടെ ശാസ്ത്രജ്ഞനുണ്ടാവും. നമ്മുടെ ശാസ്ത്രജ്ഞരുണ്ട്, റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോകുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമ്മറിൽ പോണത്. അത് നേവി മാത്രമേ ഉള്ളൂ അതോ ആർമി, നേവി, എയർഫോഴ്സ്, ഓൾ ത്രീ ഫോഴ്സസ്. നിങ്ങളുടെ എന്തെങ്കിലും പരീക്ഷണം നടക്കുന്നുണ്ടോ അവിടെ? ഞങ്ങൾ ഓൺലി സപ്പോർട്ടിംഗ് ദ സയൻറ്റിസ്റ്റ്. അപ്പൊ ഈ അന്റാർട്ടിക്കയിൽ ചെന്ന് റെസ്ക്യൂ പോലുള്ള ആക്ടിവിറ്റീസ് മുഴുകേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ ധാരാളം ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ. എന്താണ് അവിടെ മറക്കാൻ പറ്റാത്ത ഒരു കുറേ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മറക്കാൻ പറ്റാത്ത റെസ്ക്യൂ ആദ്യത്തെ എക്സ്പെഡീഷന് പോയപ്പോൾ 10th പോയപ്പോൾ ഒരു ബ്ലിസേർഡ്, അവിടെ ഈ പെട്ടെന്ന് കാലാവസ്ഥ മോശമാവും. അവിടെ ഈ മോശമായാൽ എന്താണ് മഞ്ഞുകാറ്റ്, അതിനാണ് ബ്ലിസേർഡ് എന്ന് പറയുക. അപ്പോൾ അത് ഭയങ്കര വൈറ്റ് ഔട്ട് കണ്ടീഷൻസ് വരും, അതായത് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഫ്ലൈയിങ് വളരെ ചാലഞ്ചിങ് ആണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ 4 സയൻറ്റിസ്റ്റിനെ ഒരു മലേൻ്റെ മുകളിൽ കൊണ്ട് ഇറക്കി. അവർക്ക് അവിടെ റിസർച്ച്, അവരൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവരെ അവിടുന്ന് ഒരു പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരായിരുന്നു പ്ലാൻ. അത് മറ്റേ ഹെലികോപ്റ്റർ കൂടെ വന്ന ഹെലികോപ്റ്ററാണ് അത് ചെയ്യേണ്ടിരുന്നത്. പക്ഷെ ആ ഹെലികോപ്റ്റർ സ്റ്റാർട്ടായില്ല, അതിനെന്തോ ഒരു മെക്കാനിക്കൽ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ പിന്നെ എനിക്ക് പോവാതെ വേറെ വഴിയോ, കാരണം അവരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവർ മരിച്ചു പോകുന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം ബ്ലിസേർഡ് തുടങ്ങിയാൽ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞാലേ നോർമൽസിയിലേക്ക് വരുള്ളൂ. അതിനുള്ള അവരുടെ അടുത്ത് ഭക്ഷണമില്ല, എന്താ പ്രൊട്ടക്ഷൻ ക്ലോത്തിങ് ഒന്നുമില്ല. അപ്പോൾ ഐ ഹാവ് ടു ഫ്ലൈ. എനിക്കത് ചെയ്തേ പറ്റുവരെ. ഞാൻ രാവിലെ കൊണ്ട് ഇറക്കിയതല്ലേ. അങ്ങനെ ഞാൻ ആ മിഷന് ഫ്ലൈ ചെയ്തു. എന്തോ ഭാഗ്യത്തില് അവരെ എനിക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. 4 പേരെ റെസ്ക്യൂ ചെയ്യാൻ. ലാൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ലാൻഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ആ മലേനും പുള്ളി ലാൻഡ് ചെയ്തു. എന്നിട്ട് അവരെ കയറ്റി തിരിച്ച് ഷിപ്പിൽ കൊണ്ടുവന്നു. ഈ ഇത്തരം ഈ സ്നോയുടെ മുകളിലും ഐസിന്റെ മുകളിലൊക്കെ ലാൻഡ് ചെയ്യുമ്പോഴേ ഇത് സ്റ്റേബിൾ ആണെന്നൊക്കെ എങ്ങനെ അറിയുക? അല്ല, ഞങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുവന്ന ഹെലികോപ്റ്റേഴ്സിന് ഞങ്ങൾ സ്കീസ് ഫിറ്റ് ചെയ്യും. ശരി. സാധാരണ സ്കീസ് ടയറിന്റെ മുകളിൽ സ്കീസ് വെക്കും. ഈ ബേസ് എന്ന് പറയുന്നത് മഞ്ഞ് മൂടിയ ഒരു സ്ഥലമാണോ അതോ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള? അല്ല, അത് ഡ്രൈ ആയിട്ട് റോക്ക് സർഫസ് ആണ്. അതൊരു മൗണ്ടൻ സൈഡ് ആണ്. അവിടെയാണ് ഫേം നമ്മൾ സ്റ്റേഷൻസ് ഉണ്ടാക്കി. അത് കടലിന്റെ തീരത്താണോ? അല്ലല്ല, തീരത്തല്ല, കുറെ ഉള്ളിലാണ്. ഒരു 60 മൈൽ ദൂരത്താണ്. ശരി. അപ്പൊ നമ്മൾ ഈ ഷിപ്പൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ 60 മൈലിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററാണ്. അല്ലാതെ വേറൊരു വഴിയില്ല. ഹെലികോപ്റ്റേഴ്സിലാണ് ആൾക്കാരെ എക്യുപ്മെന്റ് ഷിഫ്റ്റ് ചെയ്യുക, റേഷൻ ഷിഫ്റ്റ് ചെയ്യുക, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുക, ഒക്കെ ഹെലികോപ്റ്റേഴ്സ് ആണ്. അതായത് ഈ 365 ദിവസം അവിടെ താമസിക്കാൻ വേണ്ട സർവ്വ സാധനവും ഈ ഹെലികോപ്റ്റർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. മെറ്റീരിയൽ അല്ലേ? അതെ, ഹെലികോപ്റ്റേഴ്സിന് വേണ്ടി. ഈ 3 മാസത്തെ അന്റാർട്ടിക്കയിലെ അനുഭവം എന്തായിരുന്നു? അവിടുത്തെ ഏറ്റവും റഫ് ആയിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു? അവിടുത്തെ ടഫ് എവറി ഡേ വാസ് ഡിഫിക്കൽട്ട്. നമ്മൾ ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അന്റാർട്ടിക്കയിൽ. നമ്മളിവിടുന്ന് ഗോവയിൽ നിന്ന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേട്ട് കാണും ഫ്യൂരിയസ് 40s സീ. ഈ സൗത്ത് ഓഫ് ഗുഡോപ്പിന്റെ പാരലായി വരുന്ന സീസണാണ് പറയാ സൗത്ത് 40s, റോളിംഗ് 40s, then furious 50s, then screaming 60s. അങ്ങനെ അന്റാർട്ടിക്ക വാട്ടേഴ്സ് 72 degrees സദർൺ ലാറ്റിറ്റ്യൂഡ് ആണ് അന്റാർട്ടിക് ഷെൽഫ് സ്റ്റാർട്ട് ചെയ്യണത്. അന്റാർട്ടിക് കോണ്ടിനെന്റ് സ്റ്റാർട്ട് ചെയ്യണത് 72 degrees സൗത്ത് സദർൺ ലാറ്റിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഈ ഐസ്ബർഗ്സ് കാണാൻ തുടങ്ങും. പിന്നെ ഷിപ്പ് വയലന്റ് സീസ് ആണ്. ഇത് കഴിഞ്ഞ് പിന്നെ ഇതെല്ലാ സീസണിലും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ്, ഒരു സംശയമില്ല. അങ്ങനെ പിന്നെ പകലുകളില്ല, പിന്നെ രാത്രികളില്ലാതെയാവും. പോകുന്ന സമ്മറിലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ പകലുകൾ മാത്രമേ ഉള്ളൂ. സൂര്യൻ ഉദിച്ചാൽ ഒന്ന് താഴ്ന്നത് പോകും, അത്രേ ഉള്ളൂ. 24 മണിക്കൂർ പറയുന്നത് ഇത്രേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു 2-3 ദിവസം കൺഫ്യൂഷനാണ്. രാവിലെ 8 മണിയാണോ, ക്ലോക്ക് നോക്കുമ്പോൾ വാച്ച് നോക്കുമ്പോൾ രാത്രി രാവിലെയാണോ രാത്രിയാണോ ഒരു സംശയം. അപ്പൊ നമ്മുടെ ബയോറിത്തം മാറും. അപ്പൊ ആദ്യത്തെ 3-4 ദിവസം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ആവും. പക്ഷേ ഈ അവിടുത്തെ വിസിബിലിറ്റിയാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്രയധികം ദൂരത്ത് നമുക്ക് കാണാം. കാരണം പൊടി പടലമില്ല. ഈ നമ്മുടെ ഇവിടെയൊക്കെ വിസിബിലിറ്റിന്റെ ലിമിറ്റിംഗ് ഫാക്ടർ ഈ സസ്പെൻഡഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്, പൊടി പടലമാണ്. അവിടെ അതില്ല. അപ്പൊ എത്ര ദൂരത്ത് നമ്മുടെ കണ്ണ് കാണാൻ പറ്റും, ഇൻഫിനിറ്റി ഫോക്കസിൽ നമുക്ക് കാണാം. അപ്പൊ ആദ്യത്തെ മിഷൻ ഫ്ലൈ ചെയ്യുമ്പോൾ മൗണ്ടൻസ്, അതായത് മലകള് 200 മൈൽ ദൂരത്തെ മലകൾ നമുക്ക് മുമ്പിൽ കാണാം. അപ്പൊ നമ്മൾ നമ്മൾ കാണുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല 200 മൈലൊന്നും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഇവിടെ. അപ്പൊ അതൊരു ഭയങ്കര ഒരു വിഷ്വൽ ഒരു ചാലഞ്ചാണത്. അതേസമയം ബാഡ് വെതർ വന്നാൽ നമ്മുടെ ഹെലികോപ്റ്ററിന്റെ ബ്ലേഡിന്റെ അറ്റം കാണാൻ പറ്റില്ല, അത്ര മോശം ആയിട്ട് വിസിബിലിറ്റി ഡ്രോപ്പ് ചെയ്യും. അങ്ങനത്തെ കോൺട്രാസ്റ്റിംഗ് രണ്ട് എക്സ്ട്രീമാണ് അന്റാർട്ടിക്ക. അത് എത്ര പറഞ്ഞാലും അത് അവിടെ പോയാൽ മാത്രമേ അതിന്റെ അനുഭവിക്കാൻ പറ്റുള്ളത്. അവിടെ ഈ ബേസിൽ എത്ര ആളുകൾ ഉണ്ടാവും ഒരേ സമയത്ത്? സാധാരണഗതിയിൽ 100 പേരായിരുന്നു ഞങ്ങളുടെ എക്സ്പെഡീഷൻ. അത് കഴിഞ്ഞ് അവിടെ വിന്ററിങ്ങിന് അവിടെ ഒരു 25 പേരെ അവിടെ നിർത്തിയിട്ട് വരുള്ളൂ. ബാക്കി എല്ലാവരും നിങ്ങൾ തിരിച്ചു വരും.
ഞാൻ 2 എക്സ്പെഡിഷൻ ചെയ്തു. അപ്പോൾ ഈ ഹെലികോപ്റ്റർ പൈലറ്റ്സിന് എപ്പോഴും ഒരു റിപ്പീറ്റർ പൈലറ്റ് പോകണം. കാരണം പുതിയതായിട്ട് അവിടെ പരിചയമുള്ള ഒരാൾ പോകണം. അവിടെ ഡേഞ്ചറാണ്. അപ്പോൾ ഐ വാസ് സെലക്ടഡ് ആസ് ദ റിപ്പീറ്റർ പൈലറ്റ്. അപ്പോൾ എനിക്ക് 2ാമത്തെ എക്സ്പെഡിഷനും അത് 11th പോകണ്ടു. അപ്പോൾ 10th ഞാൻ എക്സ്പെഡിഷന് പോയി അവിടെ നിർത്തിയ ആൾക്കാരെ ഞാൻ പിറ്റത്തെ കൊല്ലം പോയി അവരെ വെൽക്കം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ചാൻസ് കിട്ടി എനിക്ക്. അന്റാർട്ടിക്കയിലെ ജീവിതത്തിൽ നമ്മൾ ഈ ഇന്ത്യയിലും അല്ലെങ്കിൽ ഈ ഉത്തരാർദ്ധഗോളത്തിലും കാണാത്ത ഒത്തിരി പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതൊക്കെ ഒരു അവിസ്മരണീയമായ വിശ്വസിക്കാൻ പറഞ്ഞാൽ അത് കണ്ടാലേ അതിന് മനസ്സിലാവുള്ളൂ. അറോറ ഓസ്ട്രിയാലിസ് അല്ലെങ്കിൽ അറോറ ബോറിയോലിസ് 2 ലൈറ്റ്സ് ഉണ്ട്. ഈ അറോറ എന്ന് പറഞ്ഞാല് ധ്രുവദീപ്തി എന്ന് മറ്റാണ് മലയാളത്തിൽ. ആകാശത്ത് പല നിറങ്ങൾ, മൾട്ടി കളർ. അതെ അതെ, ഭയങ്കരമായി വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ആകാശത്ത് ഒരു അറ്റത്ത് നിന്ന് തുടങ്ങി പല നമ്മൾ കണ്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത നിറങ്ങള് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ പോലെ, LED ഡിസ്പ്ലേ ആകാശത്തല്ലേ. അതൊന്നും നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത സൈറ്റ്സ് ആണ് അതൊക്കെ. പിന്നെ പെൻഗ്വിൻസ്, വെയിൽസ്, സീൽസ്, അങ്ങനെ കുറെ. നിങ്ങളുടെ ബേസിൽ ഈ പെൻഗ്വിനുകളൊക്കെ ബേസിലേക്ക് എത്തില്ല, തീരത്തെത്തും. പക്ഷെ ഒരു പെൻഗ്വിൻ, ഞാൻ ഒരു മറക്കാൻ പറ്റാത്ത ഒരു പെൻഗ്വിൻ സ്ഥലം തെറ്റിയിട്ട് ബേസിന് അടുത്ത് വരെത്തി. വഴി തെറ്റി വന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് ലാൻഡ് ചെയ്ത ആ പെൻഗ്വിനെ തിരിച്ച് ഞങ്ങൾ വെള്ളത്തിൽ കൊണ്ട് ആക്കിയിട്ടു. ഹെലികോപ്റ്ററിൽ. ഈ അന്റാർട്ടിക്കയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരു ദിവസത്തെ ടൈം ടേബിൾ എങ്ങനെയാണ്, ഒരു റൊട്ടീൻ എങ്ങനെയാണ് സാധാരണഗതിയിൽ? ഞാൻ പറഞ്ഞ പോലെ അവിടെ പകൽ മാത്രമേ ഉള്ളൂ, 24 മണിക്കൂറും പകലാണ്. പക്ഷെ എന്നാലും ഞങ്ങളൊരു ഒരു റുട്ടീൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ രാവിലെ ഈ സയന്റിസ്റ്റിന്റെ പ്രോഗ്രാം അനുസരിച്ചിട്ട് അവരെ പല സ്ഥലങ്ങളിലും അവർക്ക് ഒബ്സർവേഷൻസിന് വേണ്ടി ഞങ്ങൾ ഹെലികോപ്റ്റർ കൊണ്ടുപോയി ഇറക്കണം. അവരെ അത് കഴിയുമ്പോൾ അവരെ അവിടെ തിരിച്ച് ഷിപ്പിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോകണം. ഇതായിരുന്നു ഞങ്ങളുടെ റൂട്ടീൻ. അപ്പൊ ഓരോ സയന്റിസ്റ്റിനും ഓരോ റിക്വയർമെന്റ്സ് ആണ്. ഇപ്പൊ നാഷണൽ ഫിസിക്കൽ ലാബറട്ടറീസ് വരുന്നവർക്ക് വേറെ റിക്വയർമെന്റ് ആണ്, അവർക്ക് ഈ സാറ്റലൈറ്റ് പാസ് അനുസരിച്ചാണ്. ചില ജിയോളജിസ്റ്റിന് വേറെ വല്ല റിക്വയർമെന്റ് ആണ്. അപ്പൊ ഓരോ സയന്റിസ്റ്റിനും ഓരോ സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുപോയി ലാൻഡ് ചെയ്യണം. അവരെ ഇത്ര സമയം കഴിയുമ്പോൾ അവര് അവിടുന്ന് പിക്കപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം. ഇതായിരുന്നു ഞങ്ങളുടെ റൂട്ടീൻ. അപ്പൊ അവിടെ ലിമിറ്റിംഗ് ആയിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ വി വിൽ സ്റ്റാർട്ട് ഫ്ലൈങ്. രാവിലെ ഒരു 8 മണിക്ക് ഞങ്ങൾ ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യും. രാത്രി 8 മണി 9 മണി വരെയൊക്കെ ഞങ്ങൾ ഫ്ലൈ ചെയ്തത്. സാധാരണ ഇന്ത്യയിലെ ഒരു ക്യാമ്പിലെ പോലെ തന്നെയാണോ ഫുഡ്, ബാക്കി അക്കോമഡേഷൻ ഫെസിലിറ്റി എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്? അതൊരു വ്യത്യാസമില്ല. അവിടെ നല്ല അതിനൊന്നും ഒരു കുറവില്ല. ഷിപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനിലാണെങ്കിലോ ഫുഡൊക്കെ യു ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് ദ ഫുഡ്. സ്റ്റേഷനൊക്കെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫെസിലിറ്റിയാണ്. 24 hours സ്റ്റേഷനുള്ളിലെ ടെമ്പറേച്ചർ ഇസ് കൺട്രോൾ അറ്റ് 25 degrees centigrade. പുറത്ത് -1 -2 ആകുമ്പോൾ അകത്ത് ഇറ്റ് ഇസ് മെയിൻറ്റൈൻഡ് അറ്റ് 25 degrees. അതിനകത്ത് സെപ്പറേറ്റ് റൂംസ്, ക്യാന്റീൻ, റെസ്റ്റോറന്റ്, കിച്ചൺ, എല്ലാ ഫെസിലിറ്റിയും, ഡൈനിങ് ഹാൾ. അവിടുത്തെ കംപ്ലീറ്റ് കുക്കിംഗ് നേവിയാണ്, നേവിന്റെ കീഴിൽ നേവൽ കുക്സ് ആണ് അവിടെ ഫുൾ കുക്ക് ചെയ്യുക ത്രൂ ഔട്ട് ദ ഇയർ. കുക്കിംഗ് ഓൾ ദ കുക്സ് ആർ ഫ്രം ദ നേവി. ഈ ഇപ്പൊ നാട്ടിലുള്ള ഉത്സവങ്ങളൊക്കെ അവിടെ ആഘോഷിക്കില്ലേ? ഭയങ്കര ആഘോഷം അവിടെ. പ്രത്യേകിച്ച് നമ്മളെ ദേശത്തുനിന്ന് ദൂരെ പോകുന്തോറും ആഘോഷങ്ങൾക്കൊരു വർധനയുണ്ട്. ഇപ്പോ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഡ്രോണുകളുടെ കാലമാണല്ലോ. അതെ. ഈ ഹെലികോപ്റ്ററുകളിലേക്കാൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഡ്രോണുകൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ? മിലിറ്ററി ഓപ്പറേഷൻസിനും അല്ലാതെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഡോർ ടു ഡോർ ഡെലിവറി, ഇതിനെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹെലികോപ്റ്ററിനെ എന്തെങ്കിലും ഈ ഡ്രോണുകൾ റീപ്ലേസ് ചെയ്യുമോ ഫ്യൂച്ചറിൽ? ടു എ ലാർജ് എക്സ്റ്റെന്റ് ഹെലികോപ്റ്റർ മാൻ ഫ്ലൈയിങ് ക്യാൻ ബി will be taken over by autonomous flying to a large extent. പക്ഷേ എല്ലാ മിഷനും പറ്റില്ല. ഫോർ ഇൻസ്റ്റൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നേവൽ ഷിപ്പിൽ നിന്ന് ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യണം, ഒരു ഫ്രിഗേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രോയറിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യണം ഫോർ ഇറ്റ്സ് പ്രൈമറി റോൾ. നേവിന്റെ ഹെലികോപ്റ്ററിന്റെ ഏറ്റവും വലിയൊരു റോൾ എന്ന് പറയുന്നത് ആന്റി സബ്മറീൻ വാർഫെയർ ആണ്. ഏറ്റവും നമ്പർ 1 റോൾ. അതിനാണ് ഹെലികോപ്റ്റേഴ്സ് സോണാർ ഫിറ്റ് ചെയ്തുള്ള ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ. ഈ ആന്റി സബ്മറൈൻ വാർഫെയർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ശത്രുവിന്റെ മുങ്ങിക്കപ്പലിനെ തെരഞ്ഞു പിടിക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ് ആന്റി സബ്മറൈൻ. അത് ഹെലികോപ്റ്റർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഹെലികോപ്റ്ററിനാണ് ഏറ്റവും പറക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അല്ല അതിന്റെ സെൻസർ, സോണാർ എന്നുള്ള സെൻസർ ഡിപ്പ് ചെയ്യാൻ, ഹോവർ ചെയ്ത് ഡിപ്പ് ചെയ്യാൻ പറ്റും വെള്ളത്തിലടിയിൽ. അത് മാത്രമേ സബ്മറീനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് എത്ര ദൂരത്ത് എത്ര സ്പീഡിൽ പോയിട്ട് അത് ഡിപ്പ് ചെയ്യാൽ അത്ര പെട്ടെന്ന് നമുക്ക് എനിമി ശത്രുവിന്റെ മുങ്ങിക്കപ്പലിനെ കണ്ടെത്താം. അങ്ങനെ ഫ്ലൈ ചെയ്യണ മെഷീൻസ് ഈ തിരിച്ചു വന്നോ അല്ലെങ്കിൽ ഈ ഷിപ്പിൽ ലാൻഡ് ചെയ്യണ്ടേ, ഈ കടലില് മുങ്ങി താന്ന് റോൾ ചെയ്യണ ഈ ഹെവി സീസിൽ
അതിനൊന്നും ഡ്രോണിനൊന്നും ലാൻഡ് ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇനി ഭാവിയിൽ ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പൈലറ്റ് ഫ്ലൈ ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ശരി. അപ്പോൾ യു റിക്വയർ മാൻ ഫ്ലൈങ് ഹെലികോപ്റ്റേഴ്സ്. കാരണം ഇപ്പൊ ഈ പേഴ്സണൽ ഫ്ലൈറ്റിനുള്ള ഈ ഡ്രോണുകൾ വരെ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഇരുന്നാൽ സ്വയം അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് ഓട്ടോണമസ് ഫ്ലൈറ്റിന് അതൊക്കെ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണല്ലോ. സംശയമില്ല. അതൊക്കെ ഭാവിയിൽ നമ്മൾ സയൻസ് ആസ് ദ ടെക്നോളജി പ്രോഗ്രസസ് ഇതൊക്കെ നമ്മൾ കാണാം. അതൊക്കെ വളരെ ചാൻസസ് ഉണ്ട്. ഈ ബൈക്ക് ഫ്ലൈയിങ് ബൈക്കുകൾ വരെ ഇപ്പൊ വരുന്നു എന്ന് പറയുന്നത്. നമ്മൾ ബൈക്ക് കയറിയിരിക്കുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പറന്നു പോകാം. 10-40 അടി ഉയരത്തിൽ കൂടെ പറക്കുന്നു. അത് മതിയല്ലോ, മനുഷ്യർക്ക് ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയല്ലോ. പക്ഷേ ഇതിൻ്റെയൊക്കെ റെഗുലേഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് അല്ലാതെ പ്ലഷർ ഫ്ലൈറ്റിന് ലോകം മുഴുവൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം കൊടുമുടികളുടെ മുകളിലേക്ക്, ഗ്ലേഷ്യറുകളിലേക്ക്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കൊക്കെ നമ്മുടെ രാജ്യം ടൂറിസത്തിന് അധികം ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്തുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? ഇറ്റ്സ് എക്സ്പെൻസീവ് എന്നുള്ളതാണ്. ഒന്നാമത് ഈ ഹെലികോപ്റ്റർ ഓപ്പറേഷൻസ് ഹെലികോപ്റ്റർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വി ആർ എ പുവർ കൺട്രി. ഇന്ത്യയിൽ നമ്മൾ ഒരു ആവറേജ് പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ നോക്കുകയാണെങ്കിൽ വി കാൻ അഫോർഡ് ദിസ് കൈൻഡ് ഓഫ്. അല്ല, ഈ ഫോറിൻ ടൂറിസ്റ്റുകൾക്ക് അത് അഫോർഡബിൾ ആവുമല്ലോ. ഫോറിൻ ടൂറിസ്റ്റുകൾക്ക് ഡെഫിനറ്റ്ലി അഫോർഡബിൾ ആണ്. അവർക്ക് വേണ്ടി പോലും നമ്മളത് ചെയ്യുന്നില്ല. അതിനുള്ള ഒരു ഇക്കോസിസ്റ്റം നമ്മളെ രാജ്യത്തിൽ ഇതിൻ്റെയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ടൂറിസത്തിൽ എക്സ്പ്ലോർ ചെയ്യാവുന്ന സ്കോപ്പുള്ള വളരെ നല്ല സ്കോപ്പുള്ള ഒരു അവന്യൂ ആണത്, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഭൂപ്രകൃതിയൊക്കെ ആകാശത്ത് നിന്ന് കാണാൻ പറ്റുന്നതും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമല്ലേ. പിന്നെ അല്ലാതെ കേരളത്തെ ആകാശത്ത് നിന്ന് ഒത്തിരി കണ്ടിട്ടുള്ള ആളല്ലേ. എങ്ങനെയുണ്ട്? ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഞാൻ ലോകത്തിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ആകാശത്ത് നിന്ന് കാണുമ്പോൾ കേരളത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു സംശയമില്ല. നമ്മൾ ക്ലോസപ്പിൽ കാണുമ്പോഴാണ് കുഴപ്പം ചിലപ്പോഴൊക്കെ. ഇത്തരം നിരവധി ഓപ്പറേഷൻസ്, ദീർഘകാലത്തെ സേവനം, ഇതിനൊക്കെ രാഷ്ട്രം ആദരിച്ച ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിലൊക്കെ എനിക്ക് തോന്നുന്ന വലിയ റിസ്കിയായ ഓപ്പറേഷൻസ് നടത്തിയത്. അതിൽ എന്തൊക്കെയാണ് ഗവൺമെന്റ് ഓണർ ചെയ്ത ആദ്യത്തെ അവാർഡ് എനിക്ക് കിട്ടിയത് അന്റാർട്ടിക്കയില് ഈ 4 ശാസ്ത്രജ്ഞരെ രക്ഷപ്പെടുത്തിയാണ്. അന്ന് എനിക്ക് നൗസേന മെഡൽ ഗാലൻട്രി കിട്ടി. നൗസേന മെഡൽ കിട്ടിയത് 1992-ലാണ്. അത് അതിനുശേഷം പിന്നെ അടുത്ത ഈ സൈക്ലോൺ ഓക്കിക്ക് ഈ രാത്രി രക്ഷപ്പെടുത്തിയതിന് എനിക്ക് ശൗര്യചക്ര കിട്ടിയത്. അത് 2ാമത്തെ ഗാലൻട്രി അവാർഡ്. അത് കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം വന്ന കേരള ഫ്ലഡ്സിന് എനിക്ക് ഇന്റർനാഷണൽ അവാർഡ് ഏഷ്യൻ മാൻ ഓഫ് ദ ഇയർ കിട്ടി, സിംഗപ്പൂർ. ഇതാണ് എനിക്ക് കിട്ടിയുള്ള അവാർഡ്. ഏത് വർഷമാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്? 2020. ഓ, അത് ശരി. കോവിഡിന്റെ ജസ്റ്റ് ആ സമയത്താണ് റിട്ടയർ ചെയ്തത്. റിട്ടയർമെന്റിന് ശേഷം എന്താണ് പരിപാടികൾ? കഥകളി ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. കോളേജിൽ പഠിക്കുന്ന കാലത്ത്. ഇപ്പൊ 2ാമത് തിരിച്ച് കഥകളി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കഥകളിയിലേക്ക് തിരിയണമെന്ന്? അത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് കലാമണ്ഡലത്തിൽ ചേർന്നായിരുന്നു ഏറ്റവും വലിയൊരു മോഹം. കലാമണ്ഡലത്തിൽ ചേരാൻ ആഗ്രഹിച്ച ആൾ നേവി പോയി ചേർന്നു അല്ലേ? അതുകൊണ്ട് ഞാനിപ്പോ കഥകളി പഠിക്കാൻ തുടങ്ങി. നിരവധി സാധാരണക്കാർക്ക് ഒരു രക്ഷാപുരുഷനുമായിട്ട് അങ്ങേക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അല്ലേ? ഈ VVIPമാരെ ട്രാൻസ്പോർട്ട് ചെയ്തു, അവരെ കൊണ്ടുവന്നു എന്നതിനേക്കാൾ, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലെ ഒരു റിസർച്ച് സെന്ററിൽ പ്രവർത്തിച്ചു എന്നതിനേക്കാളൊക്കെ നിസ്സഹായരായ മനുഷ്യരെ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ ജീവൻ തിരിച്ചു കൊടുത്തു എന്നുള്ളതായിരിക്കണമല്ലോ. നിരവധി ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരു ജീവിതം കൂടിയാണ്. ഇനിയും ജീവിതത്തിൽ ഫലപ്രദമായ നിരവധി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.